ഹായ്, ഇന്നലെ സമയമില്ലാത്തതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളെ വീഡിയോ ആകെ 10 കാണുന്നുള്ളൂ. ആ 10 ഒരാളെങ്കിലും ചോദിച്ച് അയ്യോ ഇന്നലെ എന്താ വീഡിയോ വരാഞ്ഞെന്ന്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പം ഇന്നെന്തായാലും വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് സാമ്പാർ വെക്കണ വീഡിയോ ഇടാൻ വെച്ചു. അപ്പോൾ നോക്ക് ഗൈസ്, നല്ല നാടൻ വെണ്ടയ്ക്കായിരുന്നു. ഇത് എന്തോന്നാ ഇത്? 2 ദിവസം ശേഷം ഫ്രിഡ്ജിൽ കിടക്കുന്നത് ഇത്രത്തോളം മൂത്തു ഞാൻ അറിഞ്ഞില്ല. നമ്മളെ പോലെ തന്നെ അല്ലേ. ഇത് കുഴപ്പമില്ല. പിന്നെ ഒരു സംഭവം കാണിക്കണ കത്തി. ഇത് വേറൊന്നുമല്ല, ഒരു നല്ല കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു മിനിയാന്ന്. നാടൻ കപ്പ തന്നെ. ഇത്രയും മണ്ണുണ്ടായിരുന്നു. ഒന്നും നോക്കില്ല, ഈ കത്തി വെച്ചിട്ട് കുത്തി കൊത്തി കൊത്തിയുമ്പോൾ അതിൻ്റെ പിടി അങ്ങ് ഊരിത്തെറിച്ച് പോയി. ഈ സാധനം മാത്രം ബാക്കിയായി. പക്ഷെ എനിക്ക് ഈ കത്തി ഉണ്ടല്ലോ ഭയങ്കര മൂർച്ചാണ്. എനിക്ക് ഇഷ്ടമാണ് ഇതിനെ കൊണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഇത് വാങ്ങിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ 2 കൊല്ലം ആവാനായിട്ടുണ്ടാവും. 2 കൊല്ലം ഇതെൻ്റെ കൂടെ തന്നെ. ഇതുവരെ ഇതിനൊരു പരിക്കും പറ്റിയിട്ടില്ല. ഇത് വാല് പോയി എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കളയാൻ പറ്റുമോ? ഇതുപോലെ ചില മനുഷ്യന്മാരല്ലേ, നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല എന്നൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ അവർ വീട്ടിൽ അങ്ങ് പോകും. പക്ഷെ എന്നും കൂടെ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ടേ. അതുപോലെ തന്നെയാണ് ഈ കത്തീൻ്റെയും കാര്യം. അപ്പം എനിക്കുണ്ടല്ലോ ഈ നാടൻ വെള്ളരിക്ക, പക്ഷേ വെണ്ടക്ക ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ വെണ്ടക്കനെ കണ്ടില്ല, അത് കാണാനൊരു വൃത്തിയില്ല അല്ലേ. ചെറിയത് ഇതൊക്കെ കാണാൻ എന്താ ഭംഗി. പച്ചക്ക് കഴിച്ചതെന്നാന്ന് തോന്നുന്നു. ഞാൻ പച്ചക്ക് കഴിക്കാറില്ല. പക്ഷേ വെണ്ടക്ക തോരനുണ്ടാക്കും, വെണ്ടക്ക സാമ്പാർ ഉണ്ടാക്കും. അയ്യോ, എൻ്റെ ടൈമർ ഇന്ന് പോയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താ ഞാൻ സാമ്പാറൊക്കെ വെക്കട്ട് ഉച്ചക്ക് ചോറ് കഴിക്കാനാകുമ്പോഴത്തേക്കും കറിയെല്ലാം റെഡി ആവണം. പിള്ളേരെ വഴിക്ക് പോയി. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ നടക്കണം കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ ഇതും പോയി. ബാക്കി വിശേഷമൊക്കെ നാളത്തെ വീഡിയോ പറയേ. അങ്ങനെയല്ല ഇതിൻ്റെ കാര്യം. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ പറയുമ്പോൾ ചിലർക്ക് അതിന് മാത്രം എന്താ ഈ വീഡിയോ ഇടണേ, ഒന്നുമില്ല, വെറുതെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്